നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വരുന്ന 26-ാം തീയതി അമ്മ സംഘടനയിലുള്ള എല്ലാ കള്ളക്കളികളും പൊട്ടിക്കും എന്നത് ഉറപ്പാണ്. ആ ബോംബ് പൊട്ടിക്കാൻ ശ്വേതാ മേനോൻ തയ്യാറായി കഴിഞ്ഞു. ശ്വേതാ മേനോന് വേണ്ടി ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയയിലും ആ സംഘടനയിലുമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അധിക്ഷേപത്തിൻ്റെയോ അപമാനിതയായതിൻ്റെയോ പേരിൽ വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനമല്ല തൻ്റെ രാജി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ കൃത്യമായിട്ട് അങ്ങനെ ഒരു രാജി തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിലുള്ള വലിയ കള്ളക്കളികൾക്ക് പ്രാധാന്യ പങ്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടി നടത്തുന്നത്. വ്യക്തിഹത്യ, തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ ഇവ മാത്രമല്ല അമ്മയിൽ തുടരണ്ട എന്നതിൻ്റെ തൻ്റെ തീരുമാനത്തിന് പിന്നിലുള്ളത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നടിയുടെ തുറന്നു പറച്ചിൽ. നടി ശ്വേതാ മേനോൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർച്ചയായി വ്യക്തി അധിക്ഷേപങ്ങൾ നേരിട്ടപ്പോൾ നിലപാടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മയിലെ രാജി താൻ തീരുമാനിച്ചു എന്ന് ശ്വേത കുറിപ്പിലൂടെ പറയുന്നു. ആരുടെയും കളിപ്പാവയാകാൻ താല്പര്യമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് നടിയുടെ കുറിപ്പ്. ബലഹീനതയെ കൊണ്ടല്ല, ആത്മാഭിമാനം കൊണ്ടാണ് താൻ രാജിവെച്ചത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യയാണ് തനിക്കെതിരെ നടന്നത് എന്ന് ശ്വേത കുറിക്കുന്നു. പഴയ കമ്മിറ്റിയുടെ തെറ്റുകളെ പറ്റി അന്വേഷിക്കാതിരിക്കാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിച്ചു എന്നും ശ്വേത കുറിപ്പിൽ പങ്കുവച്ചു. പാവയാകാൻ താനില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ശ്വേത കഴിഞ്ഞ വർഷം അമ്മ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്ന് വ്യക്തിഹത്യയ്ക്ക് ശ്രമിച്ചു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ കമ്മിറ്റിയിലെ ചിലരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ പോലും അന്വേഷിക്കാൻ സാധിച്ചിട്ടില്ല. ചില സ്വാർത്ഥ താല്പര്യക്കാർ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അമ്മയിലെ വരവ് ചെലവ് കണക്കുകൾ ആകെ കള്ളക്കളിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ശ്വേത ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 2 ഭരണസമിതികളുടെയും കണക്കുകൾ സമഗ്രമായി പരിശോധിക്കണമെന്നും ശാസ്ത്രീയ ഓഡിറ്റിംഗ് നടത്തണമെന്നും ശ്വേത ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ കള്ളക്കളികളെല്ലാം പുറത്തുവരും. മുൻകാല കണക്കുകളായി ബന്ധപ്പെട്ട് തന്റെ രാജിക്ക് ശേഷവും സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ ശ്വേത താൻ BJPയുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല എന്നും വ്യക്തമാക്കി. BJP സർക്കാരിന്റെയോ മുൻ LDF സർക്കാരിന്റെയോ ഒരു പരിപാടിയിലും താൻ ഇന്നേ വരെ പങ്കെടുത്തിട്ടില്ല. പിക്ചർ അഭിബാക്കി ഹേ ബാക്കി വെളിപ്പെടുത്തൽ 26-ന് മാധ്യമങ്ങളെ കാണുമ്പോഴാകും എന്നും ശ്വേത സൂചന നൽകുന്നു. എന്തായാലും നടി പങ്കുവച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ. ഭാഗം 1. എന്നോടൊപ്പം നിന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പക്ഷെ എൻ്റെ വാക്കുകൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. ആരുടെയും കളിപ്പാവയാകാൻ ഞാൻ വിസമ്മതിച്ചതിനാലാണ് ഞാൻ രാജിവെച്ചത്. അമ്മായിയുടെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രൈം നന്ദകുമാർ, മാർട്ടിൻ മേനച്ചേരി തുടങ്ങിയവരെ മുന്നിൽ നിർത്തി എനിക്കെതിരെ ദുഷ്പ്രചാരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും നടത്തി. ഇതൊക്കെയാണെങ്കിലും ഭൂരിപക്ഷം അമ്മ അംഗങ്ങളുടെയും പിന്തുണയോടെ ഞാൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു എന്ന് എനിക്ക് അവർക്ക് ഉറപ്പ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ചില മുൻ കമ്മിറ്റി അംഗങ്ങളുടെ തെറ്റുകൾ അന്വേഷിക്കാൻ ഞങ്ങൾക്കൊരിക്കലും അവസരം ലഭിക്കാതിരിക്കാൻ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ശ്രമിച്ചു. ഞങ്ങളുടെ ഉൾപ്പെടെ കഴിഞ്ഞ 2 കാലാവധികളിലെയും അക്കൗണ്ടുകൾ സമഗ്രമായി അവലോകനം ചെയ്യണം. പൂർണ്ണ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ഒരു ഫോറൻസിക് ഓഡിറ്റ് നിയോഗിക്കുകയും വേണം. ഞാൻ രാജിവെച്ചതിനു ശേഷം പുതിയതായി ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളിലൂടെ വീണ്ടും ദുഷ്പ്രചാരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും വ്യക്തിഹത്യാ ശ്രമങ്ങളും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം വരെ വ്യക്തമായിട്ട് പറയട്ടെ, ഞാൻ ഒരു സംഘിയും കമ്മിയുമല്ല. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരോ മുൻ LDF നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളോ സംഘടിപ്പിച്ച ഒരു ചടങ്ങിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്ക് എല്ലാ ക്ഷണങ്ങളും ലഭിച്ചിരുന്നുവെങ്കിലും ഞാൻ അമ്മ പ്രസിഡന്റ് ആകുന്നതിന് മുൻപല്ല, ഞാൻ അമ്മ പ്രസിഡന്റ് ആയതിനു ശേഷമല്ല. മറ്റെല്ലാവരും ഈ ക്ഷണങ്ങൾക്കായി പിന്നാലെ പോയപ്പോൾ ഞാൻ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യയും വ്യക്തി അധിക്ഷേപവും തുടർച്ചയായി നേരിട്ടപ്പോൾ നിലപാടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മയിൽ നിന്ന് രാജിവെക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ബലഹീനത കൊണ്ടായിരുന്നില്ല, അത് ആത്മാഭിമാനം കൊണ്ടായിരുന്നു. തുടരും. ചിത്രം അഭി ബാക്കി ഹേ കേവലം ദോസ്ത്. ഇതായിരുന്നു ഈ കുറിപ്പ്. അതേസമയം
വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമ്മയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസിബ, ടിനി ടോം, ലക്ഷ്മി പ്രിയ, ശ്വേതാ മേനോൻ, അങ്ങനെ തുടരുന്ന നിരവധി കാര്യങ്ങൾ. ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ, ഇവരൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് അൻസിബയ്ക്കെതിരെ ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്? ഒരു പ്രത്യേക മതസംഘടന, അത് ഏതുമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു വിശ്വാസ സംഘടനയ്ക്ക് നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ പിറ്റേത്തെ തവണ മറ്റൊരു മത സംഘടനയ്ക്ക് ഇതേപോലൊരു അവസരം കൊടുക്കണം. അങ്ങനെ മതങ്ങളുടെ ഒരു അതിപ്രസരം ഒരുപക്ഷെ ഈ സംഘടനയ്ക്ക് വന്നാൽ നമ്മുടെ സംഘടനയുടെ ഉദ്ദേശം തന്നെ ഇല്ലാതാകും. അതൊരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു ഭയം, അത് അൻസിബ ചൂണ്ടിക്കാണിച്ചതിൽ ഒരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ചൂണ്ടിക്കാണിക്കലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അൻസിബ, ടിനി ടോം, ലക്ഷ്മി പ്രിയ എന്നിവർക്കിടയിലെ വിവാദങ്ങളിൽ സംവിധായകൻ ആലപ്പി അഷ്റഫ് അടക്കം പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ടിനി ടോമിനെതിരെ തെളിവുകളും സാക്ഷികളുമുള്ള അൻസിബയുടെ കേസ് ശക്തമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അമ്മ സംഘടനയുമായി ബലപ്പെട്ടും ലക്ഷ്മി പ്രിയ, ടിനി ടോം എന്നിവർക്കെതിരെ അൻസിബ രംഗത്തെത്തിയതും മലയാള സിനിമയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിൽ ലക്ഷ്മി പ്രിയയ്ക്ക് എതിരായ പരാതിയിൽ കഴമ്പില്ലെന്നാണ് കോടതി വിധിച്ചത്. പിന്നാലെ 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് ലക്ഷ്മി പ്രിയ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങളിൽ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. അൻസിബയെ പുറത്താക്കേണ്ടത് അമ്മ സംഘടനയുടെ ആവശ്യമാണെന്നും കാരണം നീതി നിഷേധത്തിന് എതിരെയാണ് അൻസിബ സംസാരിച്ചത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ളവരെ പുറത്താക്കിയ ചരിത്രം അമ്മയ്ക്കുണ്ട് എന്ന് അഷ്റഫ് കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അൻസിബ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞതാണ്. തനിക്ക് തൻ്റെ കുടുംബത്തിലുള്ളവരുമായി അവിഹിത ബന്ധമുണ്ടെന്ന കഥ കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചു. എനിക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം ഉണ്ടെന്ന മെസ്സേജും അയച്ചു എന്നാണ് അൻസിബ പറയുന്നത്. അവരുമായി അടുപ്പമുള്ളത് കൊണ്ടോ അവരുമായി ഫോട്ടോ എടുത്തത് കൊണ്ടോ അവരാരും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. അയാളെ സഹായിക്കുകയുമില്ല. ഇതിനു മുൻപ് വിടുവായത്തരം പറഞ്ഞിട്ട് ഒടുവിൽ മാപ്പ് പറഞ്ഞ് തടിയൂരുന്ന ടിനി ടോമിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇവിടെ ഒരു സഹോദരി നിങ്ങളുടെ പ്രവൃത്തി കാരണം വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞ് കേസും കോടതിയും ഒഴിവാക്കി തടിയൂരാവുന്നതാണ്. അൻസിബ ലക്ഷ്മി പ്രിയയ്ക്ക് എതിരെയും രംഗത്തെത്തുന്നു. ശക്തമായ എതിരാളികൾക്കെതിരെ ഒറ്റയ്ക്കൊരാൾ പോരാട്ടം നടത്തുമ്പോൾ ആ പെൺകുട്ടി നടത്തുന്നത് ശക്തമായ പോരാട്ടമാണെന്ന് മനസ്സിലാക്കുക. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ലക്ഷ്മി പ്രിയ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു ജോലിക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ. അൻസിബ തരുന്ന 10 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ നാടോടിക്കാറ്റ് സിനിമയിൽ ദാസനും വിജയനും സ്വപ്നം കണ്ടതുപോലെ ആയിരിക്കാനാണ് സാധ്യത. 10 കോടി രൂപ ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുന്നതിന് അതിന്റെ 10% 1 കോടി രൂപ കോടതിയിൽ കെട്ടിവെക്കണം. കേസ് നടത്താനുള്ള ചെലവുകൾ വേറെയുമുണ്ട്. ഈ പൈസയുടെ സോഴ്സുകളെ പറ്റിയും ചിലപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നേക്കാം. ഇതൊക്കെ ഇനി പരിഹരിച്ചു എന്നിരിക്കട്ടെ, 10 കോടി രൂപയുടെ മാന്യത ഇവർക്കുണ്ടോ എന്ന് കോടതി പരിശോധിക്കും. ലക്ഷ്മി പ്രിയ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്ന്. മാനാഭിമാനം എല്ലാവർക്കും ഉണ്ടെന്ന് ഓർക്കുക. നിങ്ങൾ അധിക്ഷേപിച്ച നീന കുറുപ്പിന് മാനാഭിമാനം എന്നൊന്നില്ലേ? അവർ നിങ്ങൾക്കെതിരെ എത്ര കോടി ആവശ്യപ്പെട്ടാണ് കേസ് ഫയൽ ചെയ്യേണ്ടുന്നത്? അൻസിബയെ പുറത്താക്കേണ്ടത് അമ്മ സംഘടനയുടെ ആവശ്യം. കാരണം നീതി നിഷേധത്തിനെതിരെയാണ് അൻസിബ സംസാരിച്ചത്. അങ്ങനെയുള്ളവരെ പുറത്താക്കിയ ചരിത്രം അമ്മയ്ക്കുണ്ട്. അവരുടെ എതിരാളികളെ തീവ്രവാദികളായും ചിത്രീകരിക്കുന്നുണ്ട്. അതേസമയം താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ, ചർച്ചകൾ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാപനങ്ങളിലേക്കും ഇനി മത്സരിക്കാനില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അൻസിബ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ലഭിച്ച എല്ലാ സ്ഥാനവും തൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് താൻ കാണുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വളരെ വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അൻസിബ. സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർജവമുള്ള പുതിയ തലമുറ കടന്നു വരട്ടെ എന്നാണ് അവർ കുറിക്കുന്നത്. അൻസിബയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ്. അതിന് വാക്കുകൾ കൊണ്ട് നന്ദി പറയുന്നത് അപൂർണമായിരിക്കും. ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എനിക്ക് ലഭിച്ച ഈ സ്ഥാനമാണ് എൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാനോ സ്ഥാനങ്ങൾ വഹിക്കാനോ താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ശക്തവും കരുണയും ആർജവുമുള്ള ഒരു പുതിയ യുവനിര ഇതിനായി കടന്നു വരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹത്തോടെ അൻസിബ ഹസൻ എന്നാണ്
അൻസിബ കുറിച്ചത്. ഞായറാഴ്ചയാണ് താരസംഘടനയായ അമ്മയിൽ ജനറൽ ബോഡി യോഗത്തിൽ തർക്കങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഒടുവിൽ കൂട്ടരാജി നടക്കുന്നത്. പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും അടക്കം 17 അംഗം ഭരണസമിതിയിലെ എല്ലാവരും രാജിവെച്ചു പോവുകയായിരുന്നു. അധികാരമേറ്റ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപെയാണ് ഈ പറയുന്ന ഭരണസമിതിയുടെ പടിയിറക്കം എന്നതുകൊണ്ട് തന്നെ വലിയ തോൽവിയായിട്ടാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇത്തരം കാര്യങ്ങൾ. ഈ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് സർക്കാർ സിനിമാ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന നിരവധി അവസരങ്ങൾ അതുകൂടെ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ ഒരു വിഷയം അവിടെ എന്താണ് നടപടി എന്നത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. മമ്മൂട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അമ്മയിൽ നടക്കുന്നത് ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ സോൾവ് ചെയ്ത് ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മമ്മൂക്ക. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഈ മത്സരിക്കാനില്ല എന്നൊക്കെ അൻസിബ് പറയുന്നുണ്ടെങ്കിലും ലക്ഷ്മിപ്രിയയുമായിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് തന്നെയാണ് അൻസിബയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.